EWS ബന്ധപ്പെട്ട് മുന്നോക്കക്കാരിൽ പിന്നോക്കം നിൽക്കുന്ന ആ 10% സംവരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഈ പറയുന്നത് കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്ന വിഷയം ഒരുപക്ഷെ ഈ പറയുന്ന നമ്മുടെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അല്ലേ. ഇവിടെ സമരങ്ങൾ നടന്നു, സഭയുടെ നേതൃത്വം നടന്നു. അപ്പോൾ അവിടെ NSSന് അവിടെ അധ്യാപക നിയമനം അവിടെ കൊടുക്കാൻ സുപ്രീം കോടതിയിൽ പോയി കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നു. ഞാനും ചോദിച്ചു. പക്ഷേ അതിലേക്ക് നിയമത്തിലേക്ക് പോയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞു സമാനമായ കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ സുപ്രീം കോടതിയുടെ അനുവാദത്തോടു കൂടിയേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി. ഇവിടെ ഓർക്കുന്നുണ്ടാവും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചങ്ങനാശ്ശേരിയിൽ വന്നതും, അതുകൂടാതെ സർക്കാരിൻ്റെ അടുത്ത് ചർച്ചകൾ നടത്തി സർക്കാരിനോട് അനുകൂലമായ ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ SLP എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായ അധ്യാപകർ സുപ്രീം കോടതിയിൽ പോയി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കിത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് അനുവാദം മേടിച്ചിട്ടേ പോകാവൂ, അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. പക്ഷേ ആ കേസ് ഇത് ഡിലേ ചെയ്ത് കാരണം ഇത്രയും പേർക്ക് നോട്ടീസ് അയക്കണം. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസവും ഞാൻ ഇതിൻ്റെ നിയമവകുപ്പ് മന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രിയായി കണ്ടു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു സ്റ്റാൻഡിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഈ കേസ് എത്രയോ അഡ്വാൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും അഡ്വാൻസ് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട. പക്ഷേ ഇത് സുപ്രീം കോടതിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ജനങ്ങളിൽ അല്ലെങ്കിൽ അധ്യാപകരിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസ്ഥാനങ്ങളിൽ ഇത് കൃത്യമായ ഒരു മെസ്സേജ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഛത്തീസ്ഗറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അവിടെ ഈ പറഞ്ഞ സിസ്റ്റേഴ്സിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അന്ന് പാർലമെൻറ്റ് നടക്കുകയും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാധ്യമങ്ങൾ എടുത്തു, എത്രയോ ആളുകൾ ഇത് ചെയ്യുന്നു. പക്ഷേ അവിടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് പോയി, എല്ലാവരും പോയി. പക്ഷെ ഒരു കാര്യമുള്ളത്, പോയി അവരുമൊക്കെ അവിടെ സംസാരിച്ചു, തിരിച്ചന്ന് തന്നെ വന്നു. പക്ഷേ 5 ദിവസം അവിടെ ആ പറയുന്ന ഛത്തീസ്ഗറിൽ അവിടെ താമസിച്ച് ബെയിൽ കിട്ടുന്നോടം വരെ അവിടെ കേരള കോൺഗ്രസ് പാർട്ടി, അതിനകത്ത് CPM-ഉം CPI-യും അവിടെയുള്ള മുഴുവൻ MP-മാരും വന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് ഒരു കൂടുതൽ ഇടപെടാൻ കഴിഞ്ഞു. കാരണം CPM-നും CPI-ക്കും അവിടെ ചില യൂണിയനുകളും സംഘടനകളും ഉള്ളതുകൊണ്ട് കേസ് കൊടുക്കാൻ അവർക്കാണ് സാധിച്ചത്. മറ്റൊരു പേടിച്ചൊരു കേസ് പോലും കൊടുക്കുന്നില്ല. അവിടെയും നമ്മൾ ഇടപെടുവാൻ കന്യാസ്ത്രീകൾക്കുള്ള റേഷൻ കാർഡ് നമുക്കറിയാം. സപ്പോസ് നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. റേഷൻ കാർഡ് ഈ സർക്കാർ തന്നെയാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങളൂടെ അതിനകത്ത് ഇടപെട്ട് ഇത് വേണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ സിസ്റ്റർ മേരി ബനിഞ്ഞയുടെ കവിതയുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിൽ അതിൻ്റെ സിലബസിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കവിത കൊണ്ടുവരാൻ കഴിഞ്ഞത് തീർച്ചയായും അത് സാംസ്കാരിക മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണ്. ചാവറപിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അത് നീക്കം ചെയ്തിരുന്നു, വീണ്ടും കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ന് പല കാര്യങ്ങളും ഇപ്പോൾ മോണ്ടി തേഴ്സ്ഡേ അവധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാനേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അല്ല പറയുന്നത്. പലപ്പോഴും നിങ്ങൾ എന്ത് നേടി എന്ന് പലപ്പോഴും മീഡിയ ചോദിക്കുമ്പോഴും പല ആളുകളും ചോദിക്കുമ്പോഴും ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത് ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, മറ്റ് സമുദായങ്ങളെപ്പെട്ടും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ മുനമ്പത്തിൻ്റെ ഇഷ്യൂ, ആ മുനമ്പത്തിൻ്റെ ഇഷ്യൂവിൽ ഏറ്റവും ആദ്യമേ അവിടെ പോയി കണ്ടത് സംസ്ഥാന തലത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ്സാണ് പോയത്. അതിനുശേഷം അതിന് തീരുമാനമാകാതെ മാസങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വൈദികനും അവിടുത്തെ ആക്ഷൻ കൗൺസിലും പാലാ വീട്ടിൽ വന്നു. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട് അതിന് എന്ത് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ഇത് കോടതിയിലുള്ള കാര്യമാണ്. അവർക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ലാൻഡ് ടാക്സ് അടയ്ക്കണമെന്നുള്ളതാണ്. അപ്പോൾ കോടതി അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ആ സെക്കൻഡിൽ ലാൻഡ് ടാക്സ് അടയ്ക്കുവാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. അവരെല്ലാം വന്ന് ലാൻഡ് ടാക്സ് എടുത്തു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അന്ന് വലിയൊരു ചർച്ചയായിരുന്നല്ലോ. ഒരു സമുദായത്തിനും എതിരല്ല ഞങ്ങൾ. പക്ഷേ അതിലൊരു ക്ലോസ് എന്ന് പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ അവർക്ക് അനുവാദമില്ല. ഞാൻ പറയട്ടെ, ഇന്ന് ഇന്ത്യയിലുള്ള ഏത് പൗരനും അവന് നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയിൽ പോകുവാനുള്ള ഒരു അനുവാദം, ഒരു അവകാശം ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതില്ലാതെ വന്നപ്പോൾ
അതിനെ ഞങ്ങൾ ഈ പറഞ്ഞ അമെൻമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും. അതല്ലാതെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സമുദായത്തിന് എതിരായിട്ട് നിൽക്കുന്ന എല്ലാ ക്ലോസുകളും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് കൃത്യമായ ഒരു സ്റ്റാൻഡാണ് എടുത്തത് കേരള കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ആ സ്റ്റാൻഡ് എടുത്തതും അതിനകത്ത് ചങ്കുറ്റത്തോടെ എടുത്തത് അത് തെറ്റായ ഒരു തീരുമാനം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ബാക്കി തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ക്ലോസുകളൊക്കെ ഒരു സമുദായത്തിന് എതിരായി വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ ബോർഡിൽ മുസ്ലിം മാൻ മാത്രമേ കാണാൻ പാടുള്ളൂ, അവിടെ ഒരു ഹിന്ദുവിനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെയോ വെക്കാൻ പാടില്ല. അത് വെക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെ എതിർക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യത്തിലും നമ്മൾ ഫലപ്രദമായി നമ്മൾ ഇടപെടുവാൻ കഴിഞ്ഞു. ഇപ്പോൾ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്നത്, ഇത് കൊല്ലത്ത് ടെൻഡർ ചെയ്ത് മുന്നോട്ട് പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും ആദ്യമേ ഈ പറഞ്ഞ കേരള സംസ്ഥാനത്ത് ആരും ഇതുമായിട്ട് സംസാരിച്ചില്ല. അത് പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്നു ഈ വിഷയം കൊണ്ടുവന്നത്. അവിടെ കൃത്യമായി പറഞ്ഞു, ഇതൊരിക്കലും പാടില്ല, നമ്മുടെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതാണ്, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ശേഷം സമരങ്ങൾ നടത്തി. എന്താണ്, പരിസ്ഥിതി പഠനം പോലും നടത്താതെ ടെൻഡർ കൊടുത്തതിന് ശേഷം മന്ത്രി പറയുകയാണ് അത് കോൺട്രാക്ടർ ചെയ്തോളും, എടുത്തയാൾ ചെയ്തോളും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? പിന്നെ ഇത് ചെയ്യാൻ പാടില്ല, ഇനി ചെയ്താൽ പോലും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഈ പറയുന്ന ഖനനം നടത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക്? പക്ഷേ അവർക്ക് നമ്മൾ ഇടപെട്ടതുകൊണ്ട് ചെയ്യാൻ പാടില്ല ഒരു വശത്തുണ്ട്, ഇടപെട്ടുകൊണ്ട് റോയൽറ്റി കൊടുക്കാനുള്ള തീരുമാനം കേന്ദ്രം ഏറ്റെടുത്തു എന്നുള്ളതാണ്.